കുറുക്കൻ അറിയാതെ ഒന്ന് കൂവിപ്പോയോ സുഹൃത്തുക്കളെ? സന്ദീപ് വാര്യര് പാലക്കാട് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ടേ അതിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ സുപ്രീം കോടതി ചില പരാമർശങ്ങളൊക്കെ നടത്തിയല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചാനലിൽ ചർച്ച നടക്കുക. അപ്പൊ നിലവില് സന്ദീപ് വാര്യർ ഇപ്പൊ ഉള്ളത് കോൺഗ്രസിലാണല്ലോ, മതേതര ചേരിയില. അങ്ങനെ ചാനല് സന്ദീപ് വാര്യരെ വിളിച്ചിട്ട് പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്കും ഇപ്പോ പുതിയതായിട്ട് കോൺഗ്രസിലേക്ക് വന്ന മതേതരത്വത്തിന്റെ പ്രതീകം എന്നുള്ള നിലക്കുമൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോ സന്ദീപ് വാര്യരുടെ അഭിപ്രായം കേട്ടിട്ട് ഞെട്ടിപ്പോയി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മതേതര ചേരിയിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തെ നമ്മൾ അഭിപ്രായം അതിനെക്കുറിച്ച് പറയാ, അതിന്റെ രണ്ടു വശവും നോക്കിയിട്ടാ പറയാം. പക്ഷെ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ അതല്ല ഉണ്ടായത്. RSSനെയും BJPയും ഒക്കെ കുറച്ച് ബാക്കിലാക്കിയിട്ട് ഒരു പടി കൂടി കടന്നുകൊണ്ട് ആ വിഷയത്തിൽ അവരെക്കാൾ അധികരിച്ച് അഭിപ്രായം പറയൽ എന്റെ കർത്തവ്യം തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. നോക്കൂ, സന്ദീപ് വാര്യരി എന്നല്ല, ഒരു മതേതര ചേരിയിൽ നിൽക്കുന്ന ആള് പാലക്കാട് വിഷയത്തെ അല്ലെങ്കിൽ ആലപ്പുഴ വിഷയത്തെയൊക്കെ എങ്ങനെയാ കാണുക, അല്ലെങ്കിൽ ഒരു രണ്ട് കൊലപാതകം നടന്ന വിഷയത്തെക്കുറിച്ച് എങ്ങനെയാ കാണുക? ഇപ്പൊ പാലക്കാട് സന്ദീപ് വാര്യർക്ക് അറിയാഞ്ഞിട്ടല്ലോ, സുബൈർ എന്ന് പറയുന്ന SDP പ്രവർത്തകൻ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെ പ്രതികളുടെ അവസ്ഥ എന്താണ്? ഇല്ലേ, അതും കൂടി മുഖവിലക്ക് എടുക്കണല്ലോ. ഒരു മതേതര ചേരിയിൽ നിന്ന് RSSന്റെയും BJPന്റെയും പ്രതിനിധിനോടല്ലല്ലോ ചാനലുകാർ ഇത് വിളിച്ചു ചോദിച്ചിട്ടുള്ളത്, സന്ദീപ് വാര്യരോടാണ്. സന്ദീപ് വാര്യർ ആരാണ്? ഇപ്പോഴത്തെ മതേതരത്വത്തിന്റെ എല്ലാ നിലക്കുള്ള പ്രതീകമായിട്ട് കൊണ്ടു നടക്കണ ആ സമയത്ത് തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യം കേട്ടാൽ അന്തം വിടും. ആലപ്പുഴ K. ഷാന് SDP സംസ്ഥാന സെക്രട്ടറി കൊല ചെയ്യപ്പെട്ടു. ആ പ്രതികളുടെ അവസ്ഥ എന്താണ്? സന്ദീപ് വാര്യർ, താങ്കൾ മതേതര ചേരിയിലാണല്ലോ, RSSന്റെ നേതാവാണെങ്കിൽ പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതിനുശേഷം അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് എന്താ സംഭവിച്ചത്? തൂക്കുകയറും, മുഴുവനും പ്രതികൾക്ക് തൂക്കുകയർ വിധിച്ചു. വളരെ അപൂർവമായൊരു വിധി. അതും കൂടി താങ്കൾ പരിശോധിക്കേണ്ടതില്ലേ? പൊതുസമൂഹത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ? സുബൈർ വധത്തിലെ പ്രതികൾ, പാലക്കാട് സുബൈർ വധത്തിലെ പ്രതികളുടെ അവസ്ഥ എന്താ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വളരെ പച്ചയായി നിൽക്കുന്ന സാഹചര്യം പോലും മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയിട്ടുണ്ട് എങ്കിലും അയാൾ ഇപ്പോഴും BJP RSSൽ തന്നെയാണ് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അയാളിൽ നിന്ന് അത്തരത്തിലൊരു മറുപടി ഉണ്ടായത്. സന്ദീപ് വാര്യരോട് പറയാനുള്ളത്, ഈ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രമൊക്കെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ താങ്കളുടെ വരവോടുകൂടി ചർച്ച ചെയ്തല്ലോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നീതിപൂർവമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയത്. ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല. അതായത് മുൻകഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ കൊള്ളരുതായ്മകൾക്ക് വേണ്ടിയിട്ട് പിന്നീട് സംസാരിച്ചിട്ടില്ല എന്നർത്ഥം. അതും ചരിത്രത്തിന്റെ ഭാഗം. അതൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നമ്മള് ഈ സന്ദീപ് വാര്യരുടെ വിഷയം ഇനി സംസാരിക്കേണ്ടെന്ന് കരുതിയത് തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കുറെ ആൾക്കാർ മതേതരത്വത്തിന്റെ പ്രതീകമായിട്ടൊക്കെ കൊണ്ടു നടക്കണത്. പക്ഷെ അവരോട് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ പരാമർശത്തില് പാലക്കാട് ശ്രീനിവാസൻ വധത്തിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തില് സന്ദീപ് വാര്യരുടെ പരാമർശം ഘട്ടങ്ങള് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു മതേതര ചേരിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു മതേതരത്തിന്റെ എല്ലാ രീതിയിലും നിങ്ങൾ കണക്കാക്കിയ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവേണ്ട വാക്കുകളാണോ ഈ സന്ദീപ് വാര്യരിൽ നിന്നുണ്ടായിട്ടുള്ളത്? അതാ ഞാൻ 2 വീഡിയോ ആണ് ചെയ്തത്. അതിൽ ആദ്യത്തെ വീഡിയോയിൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പാർട്ടി മാറിയിക്കണമെങ്കിലും മറ്റേ ആ സംഘീയ ആശയം ഉണ്ടല്ലോ, അത് നിങ്ങൾ വിട്ടു പോണട്ടോ, അത് മനസ്സിന്ന് പോകണം, അത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ അന്ന് ചൂണ്ടിക്കാണിച്ചു. അന്ന് പിന്നെന്താ വെച്ചാല് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ വന്നിങ്ങാണ്ട് തെറി വിളിക്കുക എന്നുള്ളതാണല്ലോ ആകെയുള്ള കോലം. അപ്പൊ അത് ആ രീതിയിൽ നടന്നു എന്നല്ലാതെ പിന്നീട് വരുന്നത് RSSന് ഒരു കാര്യാലയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്വത്ത് കൊടുക്കുന്ന ആ വിഷയമാണ് ചർച്ച ചെയ്തത്. ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാം, മുന്നേ പറഞ്ഞ് എഗ്രിമെന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കാം എന്നൊക്കെ കരുതിക്കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിനുശേഷമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചാനൽ ചർച്ചയിൽ ഒരു പൊതുവിഷയത്തിൽ അഭിപ്രായം ഒരു മതേതര പാർട്ടിയിൽപ്പെട്ട അതിലേക്ക് വന്ന ആള് എന്ന നിലക്ക് ചോദിച്ചതിനെ RSSനും BJPക്കും ഒക്കെ ഒന്നും കൂടി കടന്നുകൊണ്ട് സന്ദീപ് വാര്യരുടെ അത്തരത്തിലുള്ള പരാമർശം കേട്ടപ്പോ മൂപ്പര് അവിടുന്ന് പോന്നിട്ടുള്ളൂ, ആ മനസ്സിന്ന് പൂർണ്ണമായിട്ടാണ് വിട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവാ. RSSകാരാൽ കൊല ചെയ്യപ്പെട്ട പല വിഷയങ്ങളിലും താങ്കളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ താങ്കൾ എടുക്കേണ്ട നിലപാട് ഇനി 2 ഭാഗത്തെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള അഭിപ്രായ പൊതുസമൂഹത്തിൽ പറയേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾ ഏത് കോൺഗ്രസിൽ നിന്നിട്ടും കാര്യമില്ല,
നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങളെ മനസ്സ് മറ്റൊരു തന്നെയാണ് എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തും. കാരണം ആലപ്പുഴ സംഭവമാകട്ടെ, പാലക്കാട് കൊലപാതക സംഭവമാകട്ടെ, ഇതിലെ രണ്ടിലെയും പ്രതികൾക്ക് ഏത് കോലത്തിലൊക്കെയാണ് നിയമപരമായ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്ന് പൊതുസമൂഹം വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ്. അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് രണ്ടു വശം കൂടി പറയണം. അത് പറയാതെ കേവലം RSS BJPയേക്കാൾ അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് പറയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഇപ്പോഴും അവിടെ നിന്ന് കര കയറിയിട്ടില്ല വാര്യരെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാറണം വാര്യരെ, മാറ്റത്തിന് വിധേയമാകണം വാര്യരെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.